ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളീസ് കിച്ചൺ. ഇന്ന് നമുക്ക് ചക്ക വെച്ചിട്ട് രണ്ട് മൂന്ന് പേര് ചക്ക വെച്ചിട്ടുള്ള വിഭവം ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നിപ്പോൾ ഞാൻ ചക്ക വെച്ചിട്ട് തോരനാണ്. ഇത് അധികം വിളഞ്ഞ ചക്കയല്ല. വിളഞ്ഞ ചക്ക നമുക്ക് പുഴുക്കും അവിയലും ഒക്കെ ആക്കാം. ഇത് അധികം വിളഞ്ഞല്ല, അതുകൊണ്ട് ഞാൻ തോരന് ഇതുപോലെ ഞാൻ ചക്ക നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം, എന്നിട്ട് ബാക്കി എങ്ങനെയെന്ന് നോക്കാം. പിന്നെ നമുക്കിത് ഞാനിത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടുണ്ട്. കഴുകി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ ചക്ക എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചക്കയ്ക്ക് അരപ്പ് തയ്യാറാക്കാം. നമുക്ക് തോരന് വേണ്ടിയിട്ട് അരപ്പിന് ഞാൻ പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ജീരകം, തേങ്ങ ഇത്രയും കൂടി എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന ചക്കയ്ക്ക് എത്രയാണോ വേണ്ടുന്നത് അതനുസരിച്ച് എടുക്കുക തേങ്ങ. പിന്നെ കടുക് താളിക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയാണേ. കാര്യം റിഫൈൻഡ് ഓയിലൊക്കെ നമ്മൾ ചക്ക എന്നൊക്കെ പറയുമ്പോൾ നല്ല നാടൻ വിഭവമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പച്ച വെളിച്ചെണ്ണ തന്നെയാണ് അതിന് ഏറ്റവും ബെറ്റർ. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതൊന്ന് എണ്ണയൊന്ന് ചൂടാവട്ടെ, നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഉഴുന്ന്, 1 ടേബിൾ സ്പൂണോളം ഉഴുന്ന്, പിന്നെ കടുക് ഇത്ര ഇട്ടിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പൊട്ടി വരുമ്പോൾ നമുക്ക് ഞാൻ കറിവേപ്പിലയും വറ്റൽമുളകും എടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. അപ്പം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഉഴുന്നും ഒന്ന് ചുവന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ചക്ക ചേർത്ത് കൊടുക്കാം. നമുക്കിത് കുഴഞ്ഞ് വരും. ചക്ക ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുഴഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം ചക്ക പുഴുക്കിനൊക്കെ ഒഴിക്കുന്നത് പോലെ ഒഴിക്കേണ്ട കാര്യമില്ല. നമുക്കൊന്ന് കൈവെള്ളം കുടഞ്ഞ് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിതിലേക്ക് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 1.5 ഗ്ലാസ് വെള്ളത്തോളം ഉണ്ട്. ഞാൻ അതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ വെന്ത് പോവണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് ഇവിടെ അറിയാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അപ്പോൾ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, ഒന്ന് വെന്തൊന്ന് ഒതുങ്ങി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. കാര്യം ഈ ഒരു ക്വാണ്ടിറ്റി ആയിരിക്കില്ല വെന്ത് വരുമ്പോൾ. അപ്പോൾ നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്തിട്ട്, ക്വാണ്ടിറ്റി ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതെന്തായാലും ഒന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ അടച്ചൊന്ന് നമുക്ക് കുറച്ച് നേരം വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാൻ മുമ്പേ പച്ചമുളക് ഇത്രയും കാര്യം പറഞ്ഞു. വളരെ കുറച്ച്, ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും, ഞാനിപ്പോൾ ചക്കയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. തേങ്ങയുടെ അരപ്പിന് കൂടിയും ഒരു മഞ്ഞളിൻ്റെ കളർ കിട്ടുവാനും ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു തോരൻ്റെ പാകത്തിന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഏകദേശം ഒരു ആവിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചക്കയാണെങ്കിലും ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്കിതിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഏകദേശം മനസ്സിലാവും. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, ഇതിപ്പം ഏകദേശം വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒഴിച്ച വെള്ളം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളമില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിനകത്ത് വെള്ളത്തിൻ്റെ മയം കുറവുണ്ട്. നമുക്ക് ഒന്ന് ജസ്റ്റ് കുറച്ചുകൂടി കൈവെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാം. വളരെ കുറച്ച് നമ്മൾ മുമ്പേ ഒഴിക്കുമായിരുന്നു. അപ്പം ഞാൻ വളരെ കുറച്ച് ഒന്ന് കൈവെള്ളം കുടഞ്ഞെടുത്തതാണ്. ഉപ്പിട്ടിട്ടുണ്ട്. നമുക്കിതൊരു 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, വിളഞ്ഞ ചക്ക അല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവുകയും ചെയ്യും. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ അരപ്പ് ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ അരപ്പ് ഇട്ടിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ചക്ക കൊണ്ട് തന്നെ തേങ്ങ ഒന്ന് പൊതിയാം. എന്നിട്ട് നമുക്ക് തേങ്ങയുടെ ആ ഒരു വേവ് നമുക്ക് ആവിയിൽ ചക്ക വെച്ച് തന്നെ പൊതിഞ്ഞ് നമുക്ക് ഇതൊന്ന്
വേവിച്ചെടുക്കാം. 2 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ തേങ്ങയും കൂടി ഇട്ട് ഏകദേശം 2 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നമുക്കിതൊന്ന് തേങ്ങയും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ആ തേങ്ങ ആവിയിലൊന്ന് വെന്തിട്ടുണ്ട്. കാര്യം ഇനി നമ്മൾ ഇതിനകത്തൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കുഴഞ്ഞു പോകാം. നമ്മൾ പുഴുക്ക് തോരൻ ആ ഒരു ഇതിലാണ്. അപ്പോൾ പുഴുക്കാവാത്ത രീതിയിൽ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങ അരച്ചപ്പോഴാണെങ്കിലും ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അതുപോലെ ചക്ക വേവിച്ചതും അങ്ങ് ഭയങ്കരമായിട്ട് കൂടുതൽ വെള്ളത്തിലൊന്നുമല്ല. നമുക്ക് കൈവെള്ളം കുടഞ്ഞ് കുറേശ്ശെ വേവിച്ചെടുത്താലും മതിയാവും. കാര്യം കൂടുതൽ കുഴഞ്ഞു പോകും. ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പം ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ എനിക്ക് ചക്ക ഒന്ന് കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കുറേശ്ശെ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറച്ചുകൊണ്ട് നമുക്കൊന്ന് കൈവെള്ളം കുടഞ്ഞ് എടുത്താൽ മതിയാവും. ഇപ്പം തേങ്ങയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ചക്കത്തോരൻ ട്രൈ ചെയ്ത് നോക്കുക. കുറേ പേര് ചക്കയുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അപ്പോൾ പറഞ്ഞു ടൗണിലായതുകൊണ്ട് ഞങ്ങൾക്ക് ചക്ക കിട്ടാനുള്ളൊരു പ്രയാസമുണ്ട്. ഇതിപ്പം എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ എനിക്ക് വെക്കേഷൻ ടൈമിൽ ഞാൻ വന്ന ടൈമിൽ എനിക്ക് ചക്ക കിട്ടുകയും അതുകൊണ്ട് ഞാനിങ്ങനൊരു ഡിഷ് ഉണ്ടാക്കി നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതിൻ്റെ ടേസ്റ്റ് പുതിയൊരു വ്യക്തിയുമായിട്ട് നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് പങ്കുവയ്ക്കാം. അപ്പോൾ വെയിറ്റ്. അപ്പോൾ എല്ലാവരും ചക്കത്തോരൻ കണ്ടു കാണും. വളരെ ടേസ്റ്റി ആയിട്ട് തന്നെയാണ് കുക്ക് ചെയ്തേക്കുന്നതും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. ഇപ്പം എൻ്റെ ചേച്ചിയുടെ മോള് അവൾ ടേസ്റ്റ് ചെയ്തതാണ്. എന്നാലും അവളൊന്ന് ജസ്റ്റ് ഫേസ് കാണിച്ച് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു അഭിപ്രായം പറയുന്നതാണ്. നമുക്ക് നോക്കാം. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഞാൻ ടേസ്റ്റ് ചെയ്തു. എനിക്കിനി ഇന്നും ചോറ് കഴിക്കുക ഇത് മാത്രം മതി. ഇടിച്ചിട്ട് ഇത് സൂപ്പറായിട്ട് വെച്ചു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ ബൈ.